CBSE 12ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ആശ്വസിക്കാം. കാരണം അപേക്ഷ നൽകാനുള്ള സമയപരിധി ഒരു ദിവസം കൂടി നീട്ടിയിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രാലയം. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ഏറ്റവും ഒടുവിൽ അല്പസമയം മുൻപാണ് അത്തരത്തിൽ CBSE ബന്ധപ്പെട്ട ഉത്തരവ്, പുതിയ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. CBSE ഹാസ് എക്സ്റ്റെൻഡഡ് ദി ഡെഡ് ലൈൻ ഫോർ ഒബ്റ്റെയിനിങ് സ്കാൻ ഫോട്ടോകോപ്പീസ് ഓഫ് ക്ലാസ് 12 ബോർഡ് എക്സാംസ് ആൻസർ ബുക്സ് എന്ന് പറഞ്ഞ് ആ രീതിയിൽ വാർത്ത അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നാളെ അർദ്ധരാത്രി വരെ സമയമുണ്ട് ഇനി അപേക്ഷിക്കാൻ. അപ്പോൾ നിലവിലെ പ്രശ്നങ്ങൾ, അത് വലിയ പ്രശ്നങ്ങളും പരാതികളും ആക്ഷേപങ്ങളും ഒക്കെ ഉയർന്നു വന്നതുകൊണ്ടാണ് ആ രീതിയിൽ ഒരു ദിവസം കൂടി ഈ അപേക്ഷാ തീയതി നീട്ടിയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, പറയൂ. വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസമാണ്. രക്ഷിതാക്കളും ഒക്കെ വലിയ പരാതിയും ആശങ്കകളും പങ്കുവച്ചിരുന്നല്ലോ. ശ്രീനിധി, തീർച്ചയായും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു തീരുമാനമാണ് CBSEയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 12ാം ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ ഉത്തര കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള തീയതി, അതിനായുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടിയിരിക്കുകയാണ്. ഇന്ന് രാത്രി 12 മണി വരെയായിരുന്നു നേരത്തെ ഉള്ള തീരുമാനമനുസരിച്ച് ഈ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി. എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് പോലും വലിയ തോതിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഈ ഒരു പോർട്ടലിൽ നേരിട്ടതായി പരാതികൾ ഉയർന്നിരുന്നു. വിദ്യാർത്ഥികൾക്ക് ഭൂരിഭാഗം പേർക്കും അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് വലിയ ആശങ്ക തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു ദിവസം കൂടി നീട്ടിയിരിക്കുന്നത്. നാളെ രാത്രി 12 മണി വരെയാണ് ഈ സമയപരിധി നീട്ടിയിരിക്കുന്നത്. ആ സമയപരിധി വരെ വിദ്യാർത്ഥികൾക്ക് ഈ പുനർമൂല്യ നിർണയത്തിന് ആവശ്യമായ തങ്ങളുടെ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾക്കായുള്ള അപേക്ഷകൾ സമർപ്പിക്കാം. ഒരു വിഷയത്തിന് 100 രൂപ എന്ന നിരക്കിലാണ് ഈ അപേക്ഷാ ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിന്റെ അപേക്ഷിക്കുന്ന ഘട്ടത്തിൽ ആ ഫീസ് ഈ പോർട്ടലിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ടും സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. 69,000 രൂപയിലേറെ പോലും ചില ഘട്ടങ്ങളിൽ ഈ ഫീസായി ഈടാക്കിയിരുന്നതായുള്ള പരാതികൾ ഉയർന്നിരുന്നു. അത് പരിഹരിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്ന് ഉച്ചയ്ക്ക് CBSE പുറത്തിറക്കിയിരുന്നു. അത്തരം ഫീസ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതലായി ഈടാക്കിയ പണം തിരികെ നൽകും എന്നും അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായവർ വീണ്ടും അപേക്ഷ നൽകേണ്ടതില്ല എന്നും CBI അറിയിച്ചിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ഏറ്റവും മുഖ്യ പ്രശ്നമായിരുന്നത് ഈ സമയപരിധിക്കുള്ളിൽ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതിരുന്നതാണ്. അക്കാര്യത്തിലും പരിഹാരമായിരിക്കുകയാണ് തൽക്കാലത്തേക്ക്. ഒരു ദിവസം കൂടി ധനമന്ത്രാലയത്തിന്റെ സഹായം കൂടി, പിന്തുണ കൂടി വിദ്യാഭ്യാസ മന്ത്രാലയം നേരത്തെ തേടിയിട്ടുണ്ട്. ഈ പേയ്മെന്റ് ഗേറ്റ് വേ ആണ് വലിയ ഇഷ്യൂ. നേരത്തെ ബൽറാം പറഞ്ഞതുപോലെ ചിലർക്ക് കൂടുതൽ പണം പോകുന്നു കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. നിരന്തരമായി ശ്രമിച്ചിട്ടും മണിക്കൂറുകൾ ചെലവഴിച്ചിട്ടും പണമടയ്ക്കാൻ കഴിയുന്നില്ല എന്ന പരാതികളൊക്കെ വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്നു. ഈ ധനമന്ത്രാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ, അതിലെന്തെങ്കിലും നടപടിയായിട്ടുണ്ടോ? അത്തരം വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ടോ? പ്രജിൻ, ഈ പേയ്മെന്റ് ഗേറ്റ്വേയിലുണ്ടായ സാങ്കേതിക പ്രശ്നമാണ് ഈ ഫീസ് അടയ്ക്കുന്നതിനും തെറ്റായ ഫീസ് കാണിക്കുന്നതിനും ഇടയാക്കിയത് എന്നാണ് CBSE അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇത്രത്തോളം വലിയ തോതിലുള്ള ഒരു അപേക്ഷകൾ എത്തും ഈ ഉത്തര കടലാസിനായി എന്ന് CBSE കണക്ക് കൂട്ടിയിരുന്നില്ല. എന്നാൽ ഇത്തവണ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കാതിരുന്നതോടുകൂടിയാണ് പുനർമൂല്യനിർണയത്തിനായുള്ള അപേക്ഷകളുടെ എണ്ണവും പതിവിലേറെ വർദ്ധിച്ചത്. ഇത്രത്തോളം അപേക്ഷകൾ വരുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ ഈ സെർവറുകൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വലിയ സാങ്കേതിക പ്രശ്നമായി നേരിട്ടത്. തുടർന്നാണ് 100 രൂപ ഫീസിന് പകരം വലിയ 69,000 രൂപയിലേറെ പോലും ഫീസ് ഈടാക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് പരിഹരിച്ച് ആ പണം തിരികെ നൽകുന്നതിന് വേണ്ടിയാണ് ധനമന്ത്രാലയത്തിന്റെ സഹായം CBSE തേടിയിരിക്കുന്നത്. അതിനായുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രജിൻ, ശരി. എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. കാരണം ഇന്ന് 12 മണി വരെയായിരുന്നു സമയം പറഞ്ഞത്. മാത്രമല്ല ഇന്ന് ഉച്ചയ്ക്ക് തന്നെ അത്രയധികം സാങ്കേതികപരമായി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികൾ നേരിട്ടിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിക്കൊണ്ട് നാളെ വരെ സമയപരിധി നീട്ടിയെന്നത് തന്നെയാണ് വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ വാർത്ത. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.